Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പൊതുവെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള മൈസൂർ പാക്കാണ്. ഇത് സാധാരണ രണ്ട് രീതിയിൽ തയ്യാറാക്കാറുണ്ട്. വളരെ കട്ടി കൂടിയ മൈസൂർ പാക്കും എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കും. ഞാനിന്ന് ഒരു മീഡിയം കട്ടിയുള്ള മൈസൂർ പാക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് സാധാരണ വളരെ പെട്ടെന്ന് കട്ട പിടിക്കുന്ന മാവാണ്. അതുകൊണ്ട് ഇതിൽ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ മാവ് അരിച്ച് ഇതിൻ്റെ കട്ടയെല്ലാം മാറ്റിയ ശേഷം മാവിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. മാവിൻ്റെ പച്ചമണം മാറി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാവിനെ അധിക സമയം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡോളം ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. മാവ് ഇതുപോലെ ചൂടാക്കിയെടുത്ത ശേഷം 1/4 കപ്പ് നെയ്യും 1/4 കപ്പോളം എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് കുറഞ്ഞു കിട്ടാനായിട്ടാണ് ഞാൻ പകുതി നെയ്യും പകുതി എണ്ണയുമായിട്ട് ചേർത്തിരിക്കുന്നത്. സാധാരണ മൈസൂർ പാക്കിന് നല്ല കളറ് കിട്ടാനായിട്ട് അല്പം മഞ്ഞ കളർ കൂടെ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ അതിന് പകരം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6-7 സെക്കൻഡോളം ചെറിയ തീയിൽ വെച്ച ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നെയ്യും എണ്ണയും ഒരുമിച്ച് ചൂടാക്കിയ ശേഷം മഞ്ഞൾപ്പൊടിയും ഏലക്കയും ചേർത്ത് മാവിലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിനെ അധിക സമയം ചൂടാക്കരുത്. നെയ്യും എണ്ണയും തണുപ്പ് മാറി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് ഇഷ്ടമുള്ളവർക്ക് 1/2 കപ്പ് കടലമാവ് എടുക്കുമ്പോൾ 1 കപ്പ് നെയ്യ് ചേർക്കണം. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാരയും ചേർക്കണം. ഇതുപോലെ എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം പഞ്ചസാര തയ്യാറാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട ശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ചൂടാക്കാം. പഞ്ചസാര കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ച് ചൂടാക്കിയ ശേഷം ഒറ്റനൂൽ പരുവമായി വരണം. പഞ്ചസാര റെഡിയായോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒഴിച്ച് നോക്കുമ്പോൾ വളരെ സാവധാനത്തിലായിരിക്കും താഴേക്ക് വീഴുന്നത്. ആ സമയം ഇതുപോലെ കൈവച്ചൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒരു നൂല് പോലെ വലിഞ്ഞു വരും. ആ സമയം പഞ്ചസാര മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ധാരാളം ഹോൾസ് ഉള്ള കട്ടി കൂടിയ മൈസൂർ പാക്കാണ് ഇഷ്ടമുള്ളതെങ്കിൽ തിളച്ച പഞ്ചസാരയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പതയൊന്നും നഷ്ടപ്പെടാതെ തന്നെ പാത്രത്തിലൊഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇതുപോലെ 4-5 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കൂടുതൽ സമയം ചൂടാക്കിയാൽ തണുത്ത് കഴിയുമ്പോൾ ഒരുപാട് കട്ടിയായി പോവും. ഇപ്പോൾ ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് നെയ്യ് തേച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ച ശേഷം ഒരു സ്പൂൺ വെച്ച് ഇതിൻ്റെ എയർ ഹോൾസ് എല്ലാം മാറ്റിയെടുക്കുന്നുണ്ട്. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതുപോലെ തന്നെ തയ്യാറാക്കിയെടുത്താൽ മതി. സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ എയർ ഹോൾസ് ഉള്ള മൈസൂർ പാക്കാണ് ഇഷ്ടമെങ്കിൽ ഇതിങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. എയർ ഹോൾസ് ഒന്നും ഇല്ലാതെ കുറച്ച് തിക്കായിട്ടുള്ള മൈസൂർ പാക്കാണ് ഇഷ്ടമെങ്കിൽ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിനകത്തുള്ള എയർ ഹോൾസ് എല്ലാം മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ പാത്രത്തിൽ വെച്ച ശേഷം സെറ്റായി തുടങ്ങുമ്പോൾ തന്നെ കട്ട് ചെയ്ത് വയ്ക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.